പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളിതാ അമ്മയെ ക്ഷണിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അമ്മ എഴുന്നള്ളണമേ. ഞങ്ങളുടെ ഹൃദയവേദനകൾ കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തകർന്ന ഹൃദയവുമായി അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് ആശ്രയമായി അഭയമായി അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കാൽമുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ആരെയൊക്കെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവരെയെല്ലാം അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ. അമ്മേ മാതാവേ, തല മുതൽ ഉള്ളം കാലുവരെയും ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ. വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ കൈവിടരുതേ. ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതമായി, അടയാളമായി, രോഗസൗഖ്യമായി പരിശുദ്ധ അമ്മയെ കടന്നു വരണമേ. ഈ മക്കൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണമേ. വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ. അവരുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. കടബാധ്യതകളിലേക്ക് കടന്നു ചെല്ലണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വാതിലുകൾ അവർക്കൊന്നായി തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മയെ എഴുന്നള്ളണമേ. ആ മക്കൾക്ക് അമ്മ ഒരു വഴി തുറന്നു കൊടുക്കണമേ. അടഞ്ഞുപോയ വാതിലുകളെ അവർക്ക് നേരെ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. അമ്മേ മാതാവേ, അന്യദേശങ്ങളിൽ പ്രതീക്ഷയോടെ പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. നിന്റെ ഒരു കുഞ്ഞു പോലും ദേശം വിട്ട ദേശങ്ങളിൽ പോയി കണ്ണീരോടെ ജീവിപ്പാൻ അനുവദിക്കരുതേ. അവർക്ക് കാവലായി അമ്മ കൂടെയായിരിക്കണമേ. അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ജോലി സ്ഥാനത്ത് അവരെ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളെ അമ്മ ഉയർത്തണമേ. ആ മക്കളുടെ ജീവിതത്തെ അമ്മ അനുഗ്രഹിക്കണമേ. അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ,
ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. ആ മക്കൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പോലെ ഒരു അനുഗ്രഹീത ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബിസിനസ്സുകൾ തകർന്ന് ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. താണുപോയിടത്തു നിന്ന് ഞങ്ങളെ പിടിച്ചുയർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ. പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ കൃപാസന ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണ്. അമ്മേ മാതാവേ, അനേകം മക്കളുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരെ, വേദനകൾ അനുഭവിക്കുന്നവരെ, ദുഃഖത്തിലും ആകുലത്തിലും കഴിയുന്നവരെ, സമാധാനമില്ലാതെ ജീവിക്കുന്നവരുടെ എല്ലാവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. നിന്റെ ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിൽ കണ്ണീരോടെ ജീവിപ്പാൻ അനുവദിക്കരുതേ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടും കൂടി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളെയും മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കുറവുകളെ നികത്തി തരണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അത്ഭുതമായി, അടയാളമായി, രോഗസൗഖ്യമായി അമ്മേ കടന്നു വരണമേ. ഈ മക്കളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.